നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പരിചയമുള്ളവരെയും പുതുമുഖങ്ങളെയും പരിഗണിക്കണമെന്ന മുസ്ലിം ലീഗിൽ ആവശ്യം. അതത് ജില്ലകളിൽ നിന്ന് ഉള്ളവരെ തന്നെ സ്ഥാനാർത്ഥികളാക്കണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ടേം വ്യവസ്ഥ നടപ്പാക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. 3 തവണ തുടർച്ചയായി MLA ആയവർ മത്സരിക്കേണ്ടതില്ലെന്നാണ് അഭിപ്രായം. മുതിർന്ന നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, PK ബഷീർ എന്നിവർക്ക് മാത്രം ഇളവ് അനുവദിച്ചാൽ മതിയെന്നാണ് ധാരണ. വിവരങ്ങളുമായി മുബഷിർ പി അക്ബറും VS രഞ്ജിത്തും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഗായ്സ്. ആദ്യം മുബഷിർ പി അക്ബറിലേക്ക് പോകുന്നു. മുബഷിർ പി അക്ബർ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതുപോലെ തന്നെ കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കുന്നതിനായിട്ടുള്ള പുതിയ മാനദണ്ഡങ്ങൾ, നേരത്തെയുള്ള മാനദണ്ഡങ്ങളിലെ പുതുക്കൽ, അതൊക്കെ നടപ്പാക്കുകയാണോ ലീഗ്? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് തന്നെ സർവ്വ തയ്യാറെടുപ്പുകളുമായി മുസ്ലിം ലീഗ് കളം നിറയുന്നൊരു കാഴ്ചയാണുള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ പ്രാഥമിക ചർച്ചകളിലേക്ക് ഉൾപ്പെടെ മുസ്ലിം ലീഗ് കടന്നിരിക്കുന്നത്. അത്തരം ചർച്ചകളിലാണ് ഇപ്പോൾ പ്രാദേശിക പരിചയമുള്ളവരെയും പുതുമുഖങ്ങളെയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കുമെന്ന ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടേം വ്യവസ്ഥ കൃത്യമായിട്ടും ലീഗിൽ നടപ്പിലാക്കണമെന്നും വലിയൊരു വിഭാഗം ആവശ്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. പുതുമുഖങ്ങളായിട്ട് മുസ്ലിം യൂത്ത് ലീഗിലെയും അതുപോലെ തന്നെ MSFിലെയും നേതാക്കളെ പരിഗണിക്കണം. നേരത്തെ PK ഫിറോസിനെയൊക്കെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതായിരുന്നു. സമാനമായ രീതിയിൽ MSFിൽ നിന്ന് PK നവാസിനെ പോലെയുള്ള നേതാക്കളെ ഉൾപ്പെടെ പരിഗണിക്കണമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. ടേം വ്യവസ്ഥയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി CPMന് സമാനമായ രീതിയിലുള്ള ഒരു കേഡർ സ്വഭാവത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് കടക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതിന് സാധിക്കാതെ പോകാറുണ്ട്. പക്ഷേ ഇത്തവണ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കീഴിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അതുണ്ടാകണമെന്നുള്ളതാണ് വലിയൊരു വിഭാഗം ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 ടേം പൂർത്തിയാക്കിയ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മാറി നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, PK ബഷീർ എന്നിവർക്കായിരിക്കും ഇളവ് ലഭിക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. N ഷംസുദ്ദീൻ, അതുപോലെ തന്നെ NA നെല്ലിക്കുന്ന്, KP മജീദ്, P ഉബൈദുള്ള ഉൾപ്പെടെയുള്ള 3 തവണ മത്സരിച്ച് ആളുകൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശേഷിച്ചും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട തങ്ങളായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതെന്ന സവിശേഷത കൂടിയുണ്ട്. അത്തരത്തിലുള്ള നിബന്ധനകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ നടപ്പിലാക്കപ്പെടുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അധിക സീറ്റ് ചോദിച്ചേക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഞാൻ VS രഞ്ജിത്തിലേക്ക് കൂടി പോവുകയാണ്. VS രഞ്ജിത്ത്, വെരി ഗുഡ് ഈവനിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നീക്കങ്ങൾ, അതിനായുള്ള ഒരുക്കങ്ങൾ ഇതിനകം തന്നെ ലീഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 2026 UDF അധികാരത്തിലെത്തുന്നതിനായി ഉള്ള നീക്കങ്ങൾ 8 മാസം മാത്രമേ തെരഞ്ഞെടുപ്പിലേക്കുള്ളൂ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങാനുള്ളൂ. കൃത്യമായി ആ ദിവസങ്ങൾ കണക്കുകൂട്ടി 200-210 ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ് എന്നത് മുൻനിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങളിലേക്ക് ലീഗ് കടക്കുന്നു എന്നതിന്റെ സൂചനയാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? പുതുമുഖങ്ങളെ അടക്കം പരിഗണിക്കുന്നു എന്നതിന്റെ അർത്ഥം മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വിജയം എന്ന ഒറ്റ ഫോർമുലയല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ 15 സീറ്റുകളിലാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ അധികമായി കിട്ടിയിരുന്നു. അതുപോലെ ഒന്ന് പേരാമ്പ്രയും മറ്റൊന്ന് കോങ്ങാടുമായിരുന്നു. 2 സീറ്റും ജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ സീറ്റുകൾ ജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ വെച്ചു മാറാനുള്ള ഒരു തീരുമാനം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പേരാമ്പ്ര, അതുപോലെ കുന്നമംഗലം, തിരുവമ്പാടി പോലുള്ള സീറ്റുകൾ വെച്ചു മാറുകയും തവനൂര്, പട്ടാമ്പി പോലുള്ള സീറ്റുകൾ ചോദിക്കാനും അതോടൊപ്പം തന്നെ തെക്കൻ ജില്ലകളിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി തെക്കൻ ജില്ലകളിലേക്ക് കൂടി കുറച്ച് 1-2 സീറ്റുകൾ കിട്ടുന്ന രീതിയിലേക്ക് സീറ്റ് വിഭജനം നടത്തണം എന്നുള്ളതുമാണ്. ഏതായാലും നിലവിൽ കിട്ടിയിട്ടുള്ള സീറ്റുകൾ, അതായത് കേരള കോൺഗ്രസ് M വിട്ടുപോയപ്പോൾ ഒഴിവ് വന്ന സീറ്റുകൾ ലീഗും കോൺഗ്രസും കൂടി വീതിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറല്ല. മാത്രവുമല്ല, അധിക സീറ്റുകൾ വേണം എന്നൊരാഗ്രഹം കൂടി ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ആ സീറ്റുകളിലേക്ക് പരിഗണനകൾ വരുമ്പോൾ ഈ പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കുമൊക്കെ പരിഗണന ലീഗിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം സീറ്റുകളിലൊക്കെ ഇവരെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ലീഗ് കണക്കാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ജില്ലകളിലും ഉള്ളവർ തന്നെ ആ ജില്ലകളിൽ മത്സരിക്കണമെന്നുള്ളത് മലപ്പുറം ജില്ലക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. മലപ്പുറം ജില്ല ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും ജയസാധ്യതയുള്ള ജില്ലയാണ്. അപ്പോൾ പല നേതാക്കന്മാരെയും മലപ്പുറത്ത് കൊണ്ടുപോയി ജയിപ്പിക്കുക എന്നൊരു പരിപാടി ലീഗിനുണ്ട്. അപ്പോൾ അത്തരം പരിപാടിയിലേക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ PK ഫിറോസിനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് മാറുക. PK ഫിറോസ് കഴിഞ്ഞ തവണ താനൂര് മത്സരിച്ച് പരാജയപ്പെട്ടു. പക്ഷേ ഇത്തവണ സേഫായ ഒരു സീറ്റ്, താനൂരിനേക്കാൾ കുറച്ചുകൂടി ഈസി വോക്ക് ഓവറുള്ള സീറ്റ് PK ഫിറോസ് അർഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ഏറെക്കാലമായി തുടരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ അതത് ജില്ല എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വന്നാൽ അത് PK ഫിറോസിന് തിരിച്ചടിയാവും. PK ഫിറോസിന് മാത്രമല്ല KM ഷാജിക്കും അത് തിരിച്ചടിയാവും. KM ഷാജിയെ സംബന്ധിച്ച് അഴീക്കോട് അദ്ദേഹം പരാജയപ്പെട്ടതാണ്. ഇപ്പോൾ KM ഷാജി നോക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കോഴിക്കോട്ടുകാരനായ വയനാട് സ്വദേശിയും
പിന്നെ ഇപ്പോൾ കോഴിക്കോട്ട് സ്ഥിരതാമസക്കാരനും ഒക്കെ ആയിട്ടുള്ള ഷാജിയെ സംബന്ധിച്ച് കാസർഗോഡ് സീറ്റ് കിട്ടണമെങ്കിൽ അതത് ജില്ലകളിൽ മാത്രമുള്ളവർക്ക് അതത് ജില്ലകളിൽ സീറ്റ് അനുവദിക്കുക എന്നൊരു നയം നടപ്പിലാക്കിയാൽ അത് KM ഷാജിക്കും PK ഫിറോസിനും ഒക്കെ തിരിച്ചടിയാവും. അതുകൊണ്ട് അത്തരം ഒരു നിലപാടിലേക്ക് പോകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ടേം വ്യവസ്ഥ വളരെ കൃത്യമായി പാലിക്കാൻ ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും ഒരു പക്ഷേ PK ബഷീറിനും ഉൾപ്പെടെയുള്ളവർക്ക് മാത്രമായിരിക്കും ഇളവ് കിട്ടുക. സ്ഥാനാർത്ഥി നിർണയം കൂടുതൽ സൂക്ഷ്മതയോടെ നടത്തുന്നതിലേക്ക് ലീഗ് കടക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ രത്ന ചുരുക്കം. മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ് മുസ്ലിം ലീഗ്. VS രഞ്ജിത്തും ഒപ്പം മുബഷിർ പി അക്ബറുമാണ് നമുക്കൊപ്പം ചേർന്നത്.